ഞാൻ ഇന്നലെ ചെയ്ത ഒരു പോസ്റ്റിനെ പറ്റി ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസിനോട് ഇത് ചെയ്യരുതായിരുന്നു എന്ന്. ആ സുഹൃത്തുക്കളോടും കോൺഗ്രസിനോടുമുള്ള എൻ്റെ ചോദ്യം, അതിന് നിങ്ങൾ ഉത്തരം തന്നാൽ മതി, ഞാനത് വിഡ്രോ ചെയ്യാം. ഒന്നാമത്, എങ്ങനെയാണ് 44% വരുന്ന SC/ST കൂടാതെ വരുന്ന OBC കമ്മ്യൂണിറ്റികൾക്ക് നിങ്ങൾ ഇത്രയും മത്സരിക്കാനുള്ള അവസരം കുറച്ച് കൊണ്ടുവന്നത്? UDF-ൽ സംഭവിക്കുന്നത്, ഒന്ന്, മുസ്ലിം ലീഗ് അവരുടേതായിട്ടുള്ള സീറ്റുകൾ എടുക്കും. പിന്നീട് കേരള കോൺഗ്രസ് അവരുടേതായിട്ടുള്ള സീറ്റുകൾ എടുക്കും. അതിനുശേഷം മാൻഡേറ്ററി ആയിട്ട് ഭരണഘടനാ പ്രകാരമുള്ള SC/ST സീറ്റുകൾ കൊടുക്കാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ അതിലും കാണാമായിരുന്നു. പിന്നെ ബാക്കി വരുന്ന സീറ്റ് അത് കോൺഗ്രസിന് എടുക്കുന്ന സമയത്ത് മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ മറ്റൊരു വഴിയിൽ കൂടി സീറ്റ് കിട്ടുന്നു എന്ന് നോക്കാതെ, അതുപോലെ OBC അല്ലാത്ത മറ്റൊരുവർക്കും അവരുടെ ജനസംഖ്യയുടെ അനുപാതത്തിലല്ലാതെ വളരെ കൂടുതൽ സീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണിത് സംഭവിക്കുന്നത്. അതായത് വോട്ട് ചെയ്യേണ്ടത് OBC, അതേസമയം അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. സ്ഥാനാർത്ഥി ആയാലല്ലേ MLA ആകുള്ളൂ, MLA ആയാലല്ലേ മന്ത്രിയാകുള്ളൂ. അങ്ങനെയല്ലേ അവർക്ക് അധികാരത്തിൻ്റെ ഷെയർ കിട്ടുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടാൽ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, OBC-കളൊന്നും അവർക്ക് വോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് OBC നിന്ന് അവർക്ക് ആരെയും വേണ്ട, അതാണല്ലോ. അതായത് OBC വോട്ട് ചെയ്യുന്നത് CPM-നും അല്ലെങ്കിൽ BJP-ക്കുമാണ്. അങ്ങനെ തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ അവർ ഏതായാലും വോട്ട് ചെയ്യുന്നില്ല, പിന്നെ അവരുടെ വോട്ട് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് 3 വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് കൊണ്ട് മാത്രം ജയിക്കാം എന്നൊരു അവസ്ഥ കഴിഞ്ഞ 4-5 ഇലക്ഷനുകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി നൽകേണ്ടത് എല്ലാ OBC-കളുമാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഇന്ന് ഏപ്രിൽ ഫൂൾസ് ഡേ ആണ്. ഏപ്രിൽ 9-ാം തീയതി പക്ഷേ ഫൂൾസ് ഡേ അല്ല. അന്ന് കൃത്യമായിട്ട് കണക്കാക്കി കൊടുക്കണം. കാരണം ഇനി ഒരിക്കലും ഈ രീതിയിലൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ് ധൈര്യപ്പെടരുത്. ജനാധിപത്യത്തിൽ MLA ആയിട്ട് മത്സരിക്കാൻ അവസരം കിട്ടിയാലല്ലേ സംസ്ഥാനത്തിൻ്റെ അധികാര ശ്രേണിയിൽ ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സാധാരണ നിലയിൽ ചെയ്യേണ്ടത് അതാത് സമുദായങ്ങൾക്ക് ഏകദേശം ജനസംഖ്യയിലുള്ള ഏകദേശം അടുത്തെങ്കിലും ഉള്ള സ്ഥാനാർത്ഥിത്വം നൽകേണ്ടേ. അപ്പോൾ കോൺഗ്രസ് കരുതുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ കരുതുന്നു, ഇവരെയൊക്കെ അവഗണിക്കാം. പക്ഷേ ഇന്നലെ വിളിച്ച, അല്ലെങ്കിൽ എൻ്റെ ചില സുഹൃത്തുക്കളോട് ചോദിച്ച, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, OBC ഏതായാലും വോട്ട് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ അവർ MLA-മാരല്ല സ്ഥാനാർത്ഥികളാക്കണം എന്നുള്ളൊരു കാര്യമല്ലേ? കാരണം അവരുടേത് മാത്രമാണ് കട്ട് ചെയ്യുന്നത്, മറ്റ് സമൂഹങ്ങളുടെ കട്ട് ചെയ്യുന്നില്ല. പലർക്കും ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇരട്ടിയോളം കൊടുക്കുന്നുണ്ട്. കാരണം അതെല്ലാം നേതാക്കന്മാരാണ്. മറ്റ് സമുദായക്കാരെ, OBC-യിലുള്ളവരെ അവർ നേതാവാക്കി വളർത്താൻ പോലും സമ്മതിക്കാറില്ല. ഒരു അവസ്ഥ ശ്രീ സുധാകരനുണ്ടായത്. എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയത്? എന്തിനാണ് അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റായിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അപ്പോൾ വളരെ ക്ലിയറാണ്, ഞങ്ങൾക്ക് മുസ്ലിം വോട്ട്, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ട്, ഞങ്ങൾക്ക് അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട്. ഈ അപ്പർ കാസ്റ്റ് ഹിന്ദു ഒക്കെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ BJP-ക്ക് ആരാണ് വോട്ട് ചെയ്യുന്നത്? ആരാണ് BJP-ക്ക് വോട്ട് ചെയ്യുന്നത്? അവിടെയും നോക്കുക സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഈ നടപടികൾ ഇതുകൊണ്ട് നിൽക്കുകയില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. ഇത് മറ്റ് 2 കൂട്ടർക്കുമുള്ള ഒരു റിമൈൻഡർ കൂടിയാണ്.
നിങ്ങളും ഇതിനെല്ലാം എതിരായിട്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ ജയിക്കുമെന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ അവരെ നിർത്താതെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് വോട്ടും വേണ്ട. അപ്പം അതുകൊണ്ട് ഇത് കോൺഗ്രസിൽ നിന്ന് ഇത്രയും അപമാനം, ഇത്രയും മോശമായിട്ടുള്ള പ്രതികരണമുണ്ടായപ്പോൾ കോൺഗ്രസ് എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരുടെ വോട്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർത്തിയില്ല, അവിടെ വോട്ട് വല്ലയിടത്തും പോയിക്കോട്ടെ, അത്ര തന്നെയേ ഉള്ളൂ. അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. ഏതായാലും വോട്ട് കിട്ടില്ല. അതാണല്ലോ നിങ്ങളുടെ കോൺസെപ്റ്റ് തന്നെ. അങ്ങനെയുള്ളവരുടെ വോട്ട് ഞാൻ ചെയ്യരുത് എന്ന് പറയുന്നതിൽ, കിട്ടാത്ത വോട്ട് അത് പോകുന്നതിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിക്കുക. അതുകൊണ്ട് എൻ്റെ OBC സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ചും ഞാൻ ഇന്നലെ പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ടവരോട് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഇനി ഒരിക്കലും ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ രീതിയിൽ OBC വിഭാഗങ്ങളിൽ നിന്ന് മാത്രം തട്ടിപ്പറിച്ച് മറ്റുള്ളവർക്ക് വിഭജിക്കുന്ന രീതി കേരളത്തിലുണ്ടാകരുത്. ഇത് BJPക്കും അതുപോലെ CPM-നും ഒരു പാഠം കൂടിയായിരിക്കണം. ആ രീതിയിൽ നമ്മൾ വോട്ട് ചെയ്യണം. മനസ്സിലായോ? കാരണം SC/STക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ഭരണഘടന കൊടുക്കുന്ന റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് അവരിൽ നിന്നും സീറ്റ് എടുത്ത് മാറ്റാത്തത്. അല്ലെങ്കിൽ അതും പോയേനെ. റിസർവേഷൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര SC/STനെ മത്സരിപ്പിച്ചാന്? അതുപോലെ ഒരു റിസർവേഷൻ OBCക്ക് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതുപോലെ വളരെയധികം ആൾക്കാരുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ബാക്കി ഞാൻ പിന്നീട് പറയാം. അത് ഞാൻ പറയുന്ന സമയത്ത് ആർക്ക് എന്ത് വിഷമം തോന്നിയാലും ഇത് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലും വേണം. എനിക്ക് ഒരു സ്ഥാനമാനം വേണ്ട. പക്ഷേ ഞാൻ ആരുടെ അടുത്തും അതിന് യാചിച്ച് പോയിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ ഒരു UDF എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ മുസ്ലിം വോട്ടും അതുപോലെ ക്രിസ്ത്യൻ വോട്ടും അതുപോലെ ഹൈന്ദവരിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും മാത്രം മതി എന്ന വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ OBC വിഭാഗത്തിന് അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ഒരു ബാധ്യതയില്ല. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടാത്ത ആ വോട്ടുകളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നോ എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴാണല്ലോ അറിയുന്നത്. അത് വരട്ടെ. അതൊരു പക്ഷേ ഒരു പ്രാവശ്യം ഞാനിത് പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്നെനിക്കറിയാം. പല പ്രാവശ്യം പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് പറയും. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നാഴികയ്ക്ക് 40 വർഷം OBC എന്ന് പറഞ്ഞു നടക്കുന്ന മഹാനായ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേരളത്തിൽ ചെയ്യുന്നത് എന്താണ് എന്നുകൂടി അദ്ദേഹം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുകൂടിയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഉള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരു അസത്യവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് വേറെ വിഷമങ്ങളൊന്നും വേണ്ട. വോട്ട് ചെയ്യാൻ OBCയും ജയിക്കാൻ മറ്റുള്ളവരും എന്നുള്ളൊരവസ്ഥ അത് ഒരു തെറ്റായ അവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ ഈ വിഭാഗത്തിലുള്ള സഹോദരന്മാരോട് സഹോദരിമാരോട് ഒരിക്കൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യുന്നത് ഇത്തവണ ഏറ്റവും അവഗണിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരായിട്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് എന്തിന് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ചേരും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് വോട്ട് ചെയ്യുക.